ഏവർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അയൽക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബിലാത്തിക്കുളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ കൂടെയാണ്. അവരുമായിട്ട് ഒരു സൗഹൃദ സംഗമത്തിന് നമുക്ക് ഈ വേദി ഒരുക്കി തന്ന ഈ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ ഭാരവാഹികൾക്കും സ്വാഗതവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അയൽക്കൂട്ടം ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ ഈ അയൽക്കൂട്ടത്തിലെ വാചകമേളയിലെ വിഷയം ഓരോ വ്യക്തികളും ജീവിതത്തിനെ എങ്ങനെയാണ് കാണുന്നത്, ഏത് രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ അറിയാവുന്ന ഒരു വാചകമേളയുടെ വിഷയം ജീവിതം എന്നെ എന്തു പഠിപ്പിച്ചു. ഈ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ കേൾക്കാം, നമുക്ക് കാതോർക്കാം. ആരംഭിക്കാലോ അല്ലേ? ഇപ്പോൾ വന്നതല്ലേ, ജീവിതം എന്തത്ര കാലമായിട്ട് പഠിപ്പിച്ചത്? എൻ്റെ പേര് ശോഭ. എന്താ ശോഭ ചേച്ചി? ഞാൻ ഇവിടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നു. മൈക്കൊന്ന് അടുപ്പിച്ചോളൂ. വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ജീവിതം എന്താ പഠിപ്പിച്ചത്? ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ളവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെയും കൂടെ എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം എന്നോ പഠിപ്പിച്ചു. എങ്ങനെയാ ഇപ്പം ജീവിച്ചത്? ഇപ്പം ജീവിച്ചത് പറഞ്ഞാൽ നിങ്ങൾ ഉള്ള ഒരു സമൂഹമാണെങ്കിൽ ആ ജീവിത രീതിക്ക് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പഠിച്ചു. ജീവിത രീതിക്ക് അനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിച്ചു. നന്നായി ജീവിക്കുന്നുണ്ട്. ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട്, നല്ല സന്തോഷത്തോടു കൂടി. അങ്ങനെ ജീവിച്ചു. എന്നിട്ട് പറയൂ. എന്നിട്ട് ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കണോ? ഈ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾക്ക് ഒത്ത് അനുസൃതമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം എന്താ പഠിപ്പിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഇത്ര കാലം, എത്രയും വയസ്സ്? 37 വയസ്സ്. ഇത്രയും കാലം 37 വർഷം കൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാടില്ലേ? ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നു, രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു. ഇങ്ങനെ പോകുന്ന ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു കാലയളവിൽ നമ്മൾ എന്താ ഇതുവരെ പഠിപ്പിച്ചത്? കാലയളവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രീതിയായിരിക്കും. ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആ രീതിയിലാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നേറുക അല്ലേ? ശരി, ഇരിക്കും. എൻ്റെ പേര് സുശീല വാസുദേവൻ. എന്താ ചെയ്യുന്നു? ജോലി ചെയ്തിരുന്നു? റിട്ടയർഡ് ടീച്ചറാണ്. ആ ടീച്ചറുടെ ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചാണല്ലോ, ടീച്ചറും പഠിച്ചതാണല്ലോ. എന്താ ടീച്ചർക്ക് ഇത്ര കാലമായിട്ട് ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? എന്താണ് ജീവിതം പഠിപ്പിച്ചു തന്നത്? സമാധാനവും സന്തോഷവും സുഖവുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നല്ല സത്സംഗം ഉണ്ടാകുക, പിന്നെ നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ലൊരു അയൽക്കൂട്ടത്തെ ഉണ്ടാക്കി തീർക്കുക. ഇത്രയും കാര്യങ്ങൾ ആണ് ചെയ്യാൻ അങ്ങനെ സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് പഠിച്ചത്, അതല്ലേ? അതിനെ ഏത് രീതിയിലായിരിക്കും വരുന്ന തലമുറയ്ക്കൊക്കെ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചർക്ക്? നമ്മൾക്ക് ഈ അയൽക്കൂട്ടം കൊണ്ട് തന്നെ ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം നല്ല കാര്യങ്ങൾ നമ്മളെ കഴിയുന്ന വിധത്തിൽ എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ ഞാനൊരു ടീച്ചറായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തു പോകുന്നത്. ടീച്ചറായതുകൊണ്ട് എത്രയോ നല്ല നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ആ ശിഷ്യ സമ്പത്ത്, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ. എവിടെ പോയാലും ആ ശിഷ്യ സമ്പത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. ഒരു ബസ് പോവുകയാണെങ്കിൽ അവിടെ പൈസ എടുക്കാത്ത കണ്ടക്ടർമാരുണ്ട്, അവിടെ സീറ്റ് ഒഴിഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും പ്രായത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞു തരും. പണ്ട് നല്ല കാലത്ത് തന്നെ ആ സ്നേഹത്തിൻ്റെ പേരിൽ അവർ എഴുന്നേറ്റിരുന്നിട്ട് സ്ഥലം തരുന്ന ഒരു സാഹചര്യം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ചെയ്തിട്ടും എന്നോട് വീണ്ടും പഠിപ്പിക്കാനുള്ള ഒരിത് DEO പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ജീവിതത്തിൽ പഠിച്ചത് അല്ലേ? നല്ല പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം
നേടിയെടുത്തപ്പം ഇത് തന്നെയാണ് ജീവിതത്തിൽ ടീച്ചർ പഠിച്ചതും പഠിപ്പിച്ചതും തുടരുന്നതും. ഇരിക്കും. നന്ദി. എന്താ പേരെന്താണ്? എൻ്റെ പേര് രശ്മി. ലക്ഷ്മി. ആ, എന്ത് ചെയ്യുന്നു ലക്ഷ്മി? ഞാനിപ്പോൾ ബിടെക് കഴിഞ്ഞിരിക്കുകയാണ്. ബിടെക് കഴിഞ്ഞു. ജസ്റ്റ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഓഹോ. ഓക്കെ. ഞാൻ എന്താ പറയുക, നമ്മുടെ ജീവിത രീതി ഇപ്പോൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും പല പല ജീവിത രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറി വരിക എന്നുള്ളതാണ്. അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ സ്റ്റൈലിലോട്ട് മാറി വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആരുടെ സ്റ്റൈലിലോട്ട്? ബാക്കിയുള്ളവരുടെ നമ്മളുമായിട്ട് സംസാരിക്കുന്നവരുടെ അവരുടെ സംസാര രീതിയും അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതുപോലെ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കുക അങ്ങനെയല്ല, അവരുടെ അതെ. പറഞ്ഞോളൂ. നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിനനുസരിച്ച് അവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ ചെയ്യാന്നുള്ളത്. അങ്ങനെ അതുപോലെ മിങ്കിൾ ചെയ്യുക അല്ലേ? ജീവിതം എന്താ പഠിപ്പിച്ചു തന്നത് ഇത്രയും കാലം? ജീവിതം എൻ്റെത് നല്ലൊരു ഹാപ്പി ലൈഫായിരുന്നു ഇതുവരെയുള്ളതെല്ലാം. ഇനിയും അതുപോലെ തുടർന്ന് ഹാപ്പി ലൈഫ് തന്നെ ആയിരിക്കണം. അതെ. ശരി. ജീവിതം എന്താ പഠിപ്പിച്ചതോ ഞാൻ ചോദിച്ചത്. ഇത്രയും കാലമായിട്ട് എന്തിനാണ് ഞാൻ ജീവിക്കണം എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്താണ്? എനിക്ക് നല്ലൊരു ജോബ് കിട്ടി നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ കണ്ടു പോവുക അല്ലേ? ശരി, അവിടെ ഇരിക്കൂ. ചേച്ചിൻ്റെ പേരെന്താ? എൻ്റെ പേര് രമണിബായി. ഓക്കെ. രമണി എന്താ ജീവിതം? ആയുർവേദ ഹെറിറ്റേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. പിന്നെ നിങ്ങൾ ചോദ്യം തന്നെ, നിങ്ങളുടെ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൂടെ ചിന്തിക്കാൻ ഒരു അവസരമായി. കാരണം ഇന്നലെ വരെയുള്ള ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പം നിങ്ങളെ ചോദിച്ചപ്പോൾ കുറച്ചുകൂടെ ആ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ട്. അപ്പം ചിന്തിച്ചു നമ്മൾ എന്ത് പഠിച്ചു, ഇനി എന്താണ് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ അനുഭവം ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടുള്ള ജീവിതം ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നുമല്ല. ഇനിയും ഈ പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ പറയുന്ന സന്ദേശം, നമ്മൾ സമൂഹ ജീവിയാണ്. സമൂഹത്തിനനുസരിച്ച് നമ്മളെ മൂല്യബോധങ്ങൾ നഷ്ടപ്പെടുത്താതെ, കാലങ്ങളിൽ പല മാറ്റങ്ങൾ വരും, പല മാറ്റങ്ങൾ ഈ ഉപഭോഗ സംസ്കാരത്തിൽ വരെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മൂല്യച്യുതി വരുത്താതെ നമ്മളെ ധർമ്മത്തിന് അനിഷ്ടമായി നിന്നുകൊണ്ട് പ്രകൃതിയെ അനുസരിച്ച്, കാരണം ഇന്ന് പ്രകൃതിയൊന്നും ആർക്കും ഒരു ഇതല്ല, ആ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിച്ച് ആർക്കും സഹായം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക. നല്ല രീതിയിൽ ആരെ കാണുമ്പോൾ നമുക്ക് ഒരു ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരോടും ഒന്ന് ചിരിക്കുക എന്നുള്ളതാണ്. ആളുകളിൽ ആ സന്തോഷം കാണുമ്പോൾ ഒന്ന് ചിരിച്ച് ആ സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിക്കുകയും എല്ലാവരും അതുപോലെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികപരമായോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. അത് മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം പകർന്നു കൊടുക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജീവിതത്തിനെ കുറിച്ചിട്ട് രമണിയെടുത്തി പറയുന്നത് നന്നായിട്ട് സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ നാരായണൻ, BSNL ജോലിയായിരുന്നു. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്? ഇല്ല, ഇപ്പോൾ ഇല്ല. റിട്ടയർ ചെയ്തിട്ട് 3-4 വർഷമായി. ഇപ്പം വീട്ടിൽ സ്ഥിരം ഇരിക്കുകയാണ്. അപ്പം എൻ്റെ വേർഷൻ പ്രകാരം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടൊരു പ്രയാണമാണ്. ആ പ്രയാണത്തിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിനായാലും പറഞ്ഞ മാതിരി അയൽപക്ക വേദിയിലെ ആൾക്കാരായാലും അവർക്ക് വേണ്ട വല്ല സഹായങ്ങൾ ചെയ്യുക, വല്ലവരും സഹായിക്കാൻ പറ്റുന്ന സഹായിക്കുക, അവർക്ക് കൊണ്ട് ഉപദേശങ്ങൾ നൽകാൻ പറ്റുന്ന നൽകുക, അവരെ സമൂഹത്തിൻ്റെ അടുത്തിട്ട് നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ വേർഷൻ പറയാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പം ഇവിടെ വന്നല്ലോ അയൽക്കൂട്ടം പരിപാടിയായിട്ട്, ഇതന്നെ നമ്മുടെ എല്ലാ ആൾക്കാർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പലർക്കും പലതും ഇവിടെ പറയാനുണ്ട്. പലരും നാണിച്ച് മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ഇനിയും പലതും പറയാൻ ആൾക്കാരുണ്ടാവും. അവരെ കൂടെ പിടിച്ച് അവരുടെ തുക അറിയണം. അതെ അതെ, തീർച്ചയായിട്ടും അറിയട്ടാ. എൻ്റെ പേര് രാമകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ റിട്ടയർ ചെയ്തതാണ്.
അടുത്ത് തന്നെയാണ് താമസം. എനിക്ക് പ്രത്യേകിച്ചും ജീവിതത്തിൽ എന്താ പഠിച്ചെന്നാ ചോദിച്ചത്. ഞാൻ ജീവിതത്തിൽ പഠിച്ചത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ ഈ ജീവിതത്തിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇതെനിക്ക് ഇപ്പോഴുള്ള കുട്ടികളോട് പ്രത്യേകിച്ചും പറയണം. ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എന്താണ് പേര്? എൻ്റെ പേര് ജയദേവൻ. ഞാൻ 27 കൊല്ലം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്താണ്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ചാരിറ്റി വർക്കുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരാണ്. ഈ മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളുമായിട്ട് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനമേവം മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ എന്നുള്ളതാണ്. മറ്റുള്ള ജീവികളെല്ലാം ജോലി ചെയ്യുന്നു, മനുഷ്യനും ജോലി ചെയ്യുന്നു. പക്ഷേ മനുഷ്യന് ഈ ജീവിതത്തിലെ ബന്ധത്തിലേക്കും കൊണ്ടുപോകാം, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുപോകാം. നമ്മൾ ചെയ്യുന്ന ജോലികൾ അതൊരു എൻ്റെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യുമ്പോൾ നമുക്കതിൽ ചിലപ്പോൾ ഒരു നഷ്ടം, നിരാശാബോധം വരും. അതേ കാര്യം തന്നെ നമ്മൾ ആ മാനസികമായിട്ട് ഇത് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു മനുഷ്യനാണ്, എൻ്റെ ഒരു മനുഷ്യധർമ്മമാണ് ഇത് ചെയ്യേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി അതേ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല, അതിലുള്ള മനോഭാവമാണ് പ്രധാനം. ഒരേ പ്രവൃത്തി തന്നെ രണ്ട് മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ പരിണത ഫലത്തിൽ വ്യത്യാസം വരും. ഒരാൾ മോശക്കാരനായിട്ട് സമൂഹം കാണുന്നു, വേറൊരാൾ നല്ല ഒരാളായിട്ട് കാണുന്നു. പക്ഷേ ഇവരുടെ മനോഭാവം എന്നുള്ളതെന്ന് സമൂഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് അവരുടെ നിരന്തരമായിട്ടുള്ള ജീവിത പ്രയാണത്തിൽ കൂടെ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ. അങ്ങനെ നമ്മൾ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഗുണമായാലും ദോഷമായാലും ചെയ്യേണ്ട ധർമ്മയുക്തമായിട്ട് നമ്മൾ നിർവഹിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ആ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. അല്ലാത്ത ആളുകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ അവരുടെ മനോധർമ്മത്തിന് അത് മനസ്സിലാക്കാതെയാണ് അവർ പ്രവൃത്തി, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ജീവിത പ്രയാണം അവരുടെ മനുഷ്യൻ എന്നുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയാതെ പോകും. ഇന്നത്തെ സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ്, യുവതലമുറക്ക് വരുന്ന ഒരു തെറ്റ്, അവരധികവും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ധർമ്മമാണ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് ഒരു പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് ചിലപ്പോൾ ഒരു പാതി വഴിയിൽ അവരുടെ പ്രവൃത്തി ഉപേക്ഷിച്ച് മറ്റുള്ള ഒരു പ്രവൃത്തിയിലേക്ക് തിരിയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ധർമ്മമാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ധർമ്മമാണ്, എൻ്റെ ധർമ്മമാണ്, ഞാനൊരു മനുഷ്യനാണ്, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്കൊരു ജീവിത കാഴ്ചപ്പാട് വേണം എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ഇന്നത്തെ യുവതലമുറക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. ഈ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ള ആളുകൾ സമൂഹത്തിൽ വളർന്നു വരണം. അതാണ് നമ്മൾ ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്. ഗുരു ശിഷ്യ ബന്ധത്തിൽ കൂടെ ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധമില്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറ ഏത് വലിയ കമ്പ്യൂട്ടർ യുഗത്തിൽ പോയാലും അവർക്ക് ആ ലക്ഷ്യബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വളരെ വലിയ ചതിക്കുഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണെന്നുള്ളത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം യുവതലമുറ മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കും. ജീവിതം ഒരു അനുഷ്ഠാനമാണ്, ജീവിതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. എൻ്റെ പേര് മമിത്ത് എന്നാണ്. ഞാൻ ജർമ്മൻ മോട്ടോഴ്സിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഉപരി മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായിട്ട് ജീവിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രദേശത്തെ അമരക്കാരനാണ്. അപ്പോൾ അതിൽ തീരുമാനിച്ചാണ് അമരക്കാരനാണല്ലേ? അല്ല, ഇവിടുത്തെ നാട്ടുകാർ പറയട്ടെ, ഞാൻ ചോദിക്കാതെ കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി. പറയട്ടെ അമരക്കാരാ, തുടങ്ങൂ. പിന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നവരും അങ്ങനെ ഓരോ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും.
ഒരു 100 ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിലൊരു 10 പേരെങ്കിലും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന്. അത് തിരിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവരുടെ സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും അത് എൻ്റെ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിഷ്കാമ കർമ്മയോഗം ഇരിക്കും, നല്ല കാര്യം. എന്തെങ്കിലും ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടിയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയും ചെയ്യാം എന്ന് ഉള്ള കാഴ്ചപ്പാട് വരെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്കുണ്ട്. ഞാൻ അധ്യാപികയാണ് പ്രമീള. എവിടെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. പഠിപ്പിക്കുന്നത് പാറോപ്പടി സ്കൂൾ. എന്താ വിഷയം? പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? വിഷയം ഇംഗ്ലീഷ്, സോഷ്യൽ, അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്താ പ്രമീള ചേച്ചി ജീവിതം പഠിപ്പിച്ചു തന്നത്? ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നല്ല ക്ഷമാശീലം നമുക്ക് ആദ്യമേ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടണമെങ്കിൽ ക്ഷമ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച ശേഷം സംസാരിക്കുമ്പോഴും അതെ, മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഓരോരുത്തർക്കും എല്ലാവരും ഒരേ നേച്ചറൊന്നും ആയിരിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഒരു മനസ്സിലൊരു ഇത് കരുതിയ ശേഷം മാത്രമേ അവരോട്, അതുപോലെ മുതിർന്നവരോടുള്ള പെരുമാറ്റം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, നമ്മൾ അതേ പ്രായത്തിലുള്ളവരോട് എന്താണെങ്കിലും എനിക്ക് ഏറ്റവും എന്നെ എന്താ പറയുക സ്വാധീനിച്ചൊരു ഇത് ക്ഷമാശീലം എന്നുള്ളൊരു ഗുണം. നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ക്ഷമാശീലം വരുത്തുകയാണ്. എന്തായാലും നമുക്ക് പ്രായം കൂടുമ്പോൾ ദേഷ്യം കൂടും. ഇപ്പൊ സ്കൂളിലാണെങ്കിലും കുട്ടികളോടൊക്കെ ദേഷ്യം വരും. പക്ഷെ അതൊരു ആത്മാർത്ഥമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നാറ്. കുട്ടികളെ അടിക്കാറൊക്കെ ഉണ്ട്. ഞാൻ അടിക്കൊക്കെ ചെയ്യും. പഠിക്കാത്തതുകൊണ്ട് ഭയങ്കര, ഇപ്പൊ പ്രത്യേകിച്ച് ബോയ്സ് ഒക്കെ ഭയങ്കര നമ്മളെ കൺട്രോളിൽ വരാത്തൊരു പുതിയ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് വേദനയാക്കും. വൈകിട്ട് ക്ലാസ്സിനും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു പുതിയ ഇതൊക്കെ ആ പിള്ളേരും കാണും. പിള്ളേരെ വിളിച്ച് ചോദിക്കും. പിള്ളേരെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. അവര് ടീച്ചറോട് തന്നെ പറഞ്ഞോളൂ. അടിക്കുന്ന ടീച്ചറാന്നൊക്കെ ഒരു പറയും, പക്ഷെ അവർക്ക് സ്നേഹമാണ്. അടിക്കൊക്കെ ചെയ്യും. അത് നമ്മളെ മക്കളെ പോലെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ശിഷ്യ സമ്പത്ത് നല്ല എവിടെ കണ്ടാലും എത്രയോ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചൊരു കുട്ടി, ഞാൻ നല്ല അടി കിട്ടിയിട്ടൊക്കെ അത്ര കുരുത്തക്കടയുന്ന അവന്. അപ്പൊ എന്തൊരു ബഹുമാനം നമ്മളെ കണ്ടു കഴിഞ്ഞാല്. പൊതുവെ വികൃതി കൂടുതലുള്ള കുട്ടിക്ക് നല്ലൊരു സ്വഭാവമായിരിക്കും ഭാവിയിൽ. അവർ ആ പ്രായത്തിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ആ കുട്ടികളോടുള്ള പെരുമാറ്റവും അതൊക്കെ നമ്മളൊന്ന് ട്രെയിനിങ് സ്കൂളിൽ അതൊന്നും പോരാ, BEd അത് മാത്രം പോരാ. നമ്മളെ മനസ്സിനെ ട്രെയിനിങ് ചെയ്തിട്ട് കുട്ടികൾ അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവരണം. എവർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അയൽക്കൂട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പേര് മിനി. ഓക്കെ. ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയാണ്, അതോടൊപ്പം ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. ഇവിടെ മുഴുവൻ എന്താണ് പറയാ സാമൂഹ്യ പ്രവർത്തകരാണല്ലോ. എല്ലാ കാര്യവും ചോദിച്ചാലൊക്കെ എല്ലാവരും കുടുംബശ്രീ ആവുമ്പോ അങ്ങനെയാണല്ലോ, ജനങ്ങളായിട്ട് നല്ല ബന്ധം വെക്കണല്ലോ. പിന്നെ ഞാനിപ്പോ ജീവിതം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയാൻ പറ്റൂല, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതിപ്പോ എന്താ ഉണ്ടാവുക? അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും മരണം വരെ. ആയിക്കോട്ടെ, ഒരു ഡയറിയിൽ എഴുതി വെക്കണം. കാരണം ഇത് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ. പോട്ടെ. അതിന് ഇപ്പോഴും പഠിക്കാത്തൊരാളാണ് ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാറ്റത്തിനനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല, പറ്റില്ല. അങ്ങനെ ഒരു ഉറച്ചിട്ട് ഒരു ഇതാണ്. പിന്നെ ജീവിതത്തിന്റെ ഇടയ്ക്ക് സ്വന്തം കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ലല്ലോ, ചെയ്യാറുണ്ട്. ശരി, നല്ല കാര്യം. എൻ്റെ പേര് ബൈജു. എന്ത് ചെയ്യണം ബൈജു? അപ്പോർഷെ വർക്കറാണ്. എൻ്റെ ജീവിതം എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹിക്കുന്നവൻ മറ്റുള്ളവനെ ദ്രോഹിക്കാനും അവനെ എങ്ങനെ മറ്റുള്ളവനെ നശിപ്പിച്ചിട്ട് നമുക്ക് മുന്നേറാം എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഇതിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്നാണ്. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ പാഠം. അത്യാഗ്രഹങ്ങൾ പാടില്ല. അങ്ങനെയാണോ? മനുഷ്യനെ എപ്പോഴും ആഗ്രഹിക്കാം. അല്ല, നല്ല മനുഷ്യനാണോ? അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് നാട്ടുകാർ. അടുത്തുള്ള ആൾക്കാർ പറഞ്ഞോളൂ. അല്ല, അവരും അങ്ങനെ വന്നു വലിയ കുഴപ്പമില്ല എന്നാണ് ഇത്. വലിയ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. ആണോ രമണെടുത്തി? എങ്ങനെ മുഖത്തൊക്കെ പറയാം?
എങ്ങനെ മുഖത്തോക്കി പറയാന്ന് കുറച്ച് അപ്പുറത്തിന് പറയും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്, അതുകൊണ്ട് പ്രശ്നം. എന്താണ് ഓരോ ഇതിന് കഴിയുമ്പോൾ രമണീച്ച് ഈ അങ്ങനെയാ പറഞ്ഞാൽ രമണീച്ച് പറഞ്ഞു തരും. അതല്ലേ, ആയിക്കോട്ടെ. അവരെയൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഒരിത്. ഞാൻ ഇപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞുകൊണ്ട്, പക്ഷെ അവരുടെ ഒക്കെ പ്രവർത്തനത്തിലൂടെ ഒരു വഴികാട്ടികരാണ് അവർ. ഇതാണ് എൻ്റെ ജീവിതം പഠിക്കുന്നത്. അപ്പം നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളൊരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുക അല്ലേ, അതാണ് ബൈജുവിനെ പഠിപ്പിച്ചു തന്നത്. ബൈജു അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താ മോളെ പേരെന്താണ്? എൻ്റെ പേര് മഞ്ജു. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുക. മൈക്ക് പരമാവധി എടുപ്പിച്ചു. ഡിഗ്രി തേർഡ് ഇയറിന് കമ്പ്യൂട്ടർ സയൻസ്. എന്താ പഠിപ്പിച്ചത്? ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും കാലമല്ലേ ജീവിച്ചിട്ടുള്ളൂ. അപ്പം എന്ത് പഠിക്കും, എത്രത്തോളം പഠിച്ചു എന്നല്ലല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ ജീവിതം നമ്മൾ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ നല്ലതായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ നല്ല കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് സന്തോഷമായിരിക്കും. നേരെ മറിച്ച് ലോകം നിറയെ സങ്കടം എന്ന് പറയുവാണെങ്കിൽ അത് സങ്കടകരമായിരിക്കും. അപ്പം ലോകത്തിലുള്ള നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും സങ്കടം തോന്നിയ മാറ്റിക്കളയാന്നല്ല, അതിൻ്റെതായ രീതിയിൽ എടുക്കുകയും ചെയ്താൽ ഈ ലോകത്തിലെ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെരി ഗുഡ്. ഇത്രയും നേരം ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടതായിട്ടാണ് മിണ്ടാതിരുന്നത് അല്ലേ? എൻ്റെ പേര് ജയറാം. ഇതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ നേവിയിൽ 15 കൊല്ലം സർവീസ് ചെയ്ത് പെൻഷനായതാണ്. അതിനുശേഷം ഒരു 20 കൊല്ലം പല സ്ഥലത്തും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത്ര ആയിട്ടും പഠിച്ചു എന്ന് പറയാൻ ഇപ്പോൾ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയും പഠിക്കാനുണ്ട്. പഠിച്ചാലും ഒരിക്കലും തീരൂല്ല. അപ്പോൾ പിറന്ന് വീണത് ഇപ്പം നമ്മളെ ചോയ്സ് അല്ല, അത് ഉണ്ടായതാണ്. നമ്മളെ ചോയ്സ് കൊണ്ടല്ലല്ലോ ഇതിൽ ജനിച്ചത്. ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഭൂലോകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും. നമുക്കും എല്ലാത്തിൻ്റെയും സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പാർട്ട് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ കോസ്മോസ് എന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എത്രയോ ഒരു ചെറിയൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവും. ഭൂമിയും എത്രയോ 10,000 മില്യങ്ങളും സൗരയൂഥമൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതകാലം ഒരു 100 വർഷം ഇറ്റ് ഈസ് ആണെങ്കിൽ ഇറ്റ് ഇസ് വെരി മൈന്യൂട്ട്. അപ്പോൾ അതിൽ നിന്നും പഠിക്കാൻ വളരെ ഉണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പാഠം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് ഇപ്പം ലോകത്തിനെ പറ്റിയും പല ആൾക്കാരും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. പലതും നേരത്തെ മനസ്സിലാക്കിയത് ശരിയല്ല, പിന്നെ തിരുത്താം. അങ്ങനെ തിരുത്തും ചെയ്യിച്ചുകൊണ്ട് ജീവിക്കുക, അത്ര തന്നെ. ശരി, ഇരിക്കും. എന്താ പേര്? എൻ്റെ പേര് സവിത. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ്. എന്താ പേര്? ജെബീസ് ഇന്റീരിയർ ആർട്ട്. ജയേട്ടൻ്റെ വൈഫാണ്. ഓക്കെ, ആയിക്കോട്ടെ. പറയൂ. ഇവിടെ എല്ലാവരും പറഞ്ഞ് വളരെ നിഷ്കാമകർമ്മമായിട്ട് ഞങ്ങളെല്ലാവരും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യും, എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ഉയർന്നു വന്നത്. പക്ഷെ അങ്ങനെ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഭാവിയെ കുറിച്ചുകൂടി അല്പം ചിന്തിക്കണം. അത് നമ്മൾ സ്വാർത്ഥതയോടുകൂടി ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മളിപ്പോൾ പണ്ടുള്ളവർ പറയില്ലേ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഈ സമ്പത്ത് ആപത്ത് എന്നുള്ളത് പണത്തിൻ്റെ പേരിൽ മാത്രമല്ല പറയുന്നത്. അതല്ലാതെ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ അടുത്തുള്ള ആളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നാളെ നമുക്കൊരു സങ്കടം വരുമ്പോൾ ആളെന്തായാലും മുമ്പിലുണ്ടാവും നമ്മളെ സഹായിക്കാനും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ഫലം ലഭിക്കും, എന്തായാലും ലഭിക്കും എന്നുള്ളതാണ് ഈ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ഫലം കിട്ടും. അത് അപ്പം തന്നെ കിട്ടണമെന്നോ അതേ സ്ഥലത്ത് തന്നെ കിട്ടണമെന്നോ ഇല്ല, എവിടുന്നെങ്കിലും കിട്ടും. നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം എവിടുന്നെങ്കിലും നമുക്ക് ലഭിക്കും. കച്ചവടം ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം. അല്ല, കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ഇപ്പൊ നമ്മൾ സഹായിച്ചവരായിരിക്കില്ല നാളെ നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പണം എന്നുള്ളതല്ല, നമ്മള് ബാക്കി സഹായം എന്നുള്ളതുമല്ല. ഇപ്പൊ നമ്മള്
ഇപ്പം അടുത്ത വീട്ടിലൊരു അമ്മൂമ്മയും മുത്തച്ഛനും ഒറ്റയ്ക്ക് താമസിക്കുന്നു. നമ്മൾ അവിടെ പോയി ഒന്ന് ഇടയ്ക്ക് അവരോട് ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അതൊരു മനസ്സിനൊരു സന്തോഷമാണ്. നാളെ നമ്മളുടെ വാർദ്ധക്യ കാലത്ത് നമ്മളെ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവാം. അത് ഇവർ തന്നെ ചെയ്യണമെന്നോ ഇവരുടെ മക്കൾ ചെയ്യുമെന്നോ അല്ല പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്താലും അതിൻ്റെ ഫലം എവിടെ നിന്നെങ്കിലും ലഭിക്കുമെന്നുള്ളതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത്. കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ട്. ഇനി നല്ലത് ചെയ്താലും കിട്ടിയിട്ടുണ്ട്, ചീത്ത ചെയ്താലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നല്ല അനുഭവം തന്നെയാണ്. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അല്ലേ? അനുഭവങ്ങളിൽ നിന്നല്ലേ പറഞ്ഞത്? അതെ അതെ, അനുഭവത്തിൽ. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി കൊടുക്കും. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന ഈ വാചകമേളയിലെ വിഷയത്തിനെ വളരെ മനോഹരമായി വിഭിന്നമായ തലങ്ങളിലൂടെ ഓരോ ആളുകളും അവരവരുടെ ജീവിത അനുഭവ സമ്പത്തിലൂടെ തന്നെ വിശദീകരിച്ചു തന്ന ഈ വാചകമേള നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കളിയും കാര്യവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.